വടക്കാഞ്ചേരി ആസ്ഥാനമായുള്ള സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രതിഭാപരിചയം പരിപാടിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത്തവണ നോവലിസ്റ്റ് പി രഘുനാഥിനെയാണ് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും പ്രതിഭാപരിചയത്തിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ ബൃഹത്തായ നോവലുകളിലൊന്നായ അവകാശികൾ രചിച്ച വിലാസിനിയുടെ നാടാണ് മച്ചാട്. മൂർഖനാട്ട് കുട്ടിക്കൃഷ്ണമേനോൻ എന്ന MK മേനോൻ്റെ തൂലികാനാമമാണ് വിലാസിനി. തിരുവാതിര കളിപ്പാട്ട് രചയിതാവ് മച്ചാട് ഇളയതിനു ശേഷം സാഹിത്യ വഴികളിൽ സഞ്ചരിച്ച് ലോകാദരം നേടിയ മച്ചാട്ടുകാരനാണ് വിലാസിനി. നിറമുള്ള നിഴലുകൾ, ഇണങ്ങാത്ത കണ്ണികൾ, ഊഞ്ഞാൽ, തുടക്കം, അവകാശികൾ എന്നിവയൊക്കെയാണ് പ്രധാന രചനകൾ. അവകാശികൾ എന്ന 4 വാല്യം നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ രാമവർമ്മ അവാർഡും ലഭിച്ചു. നിറമുള്ള നിഴലുകൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. എഴുത്തിൻ്റെ വഴിയിലൂടെ വിലാസിനിയുടെ കാലടിപ്പാടുകൾ പിന്തുടരാൻ നിരവധി മച്ചാട്ടുകാർ ശ്രമം നടത്തിയിട്ടുണ്ട്. മച്ചാടിൻ്റെ സമ്പന്നമായ സർഗാത്മകതയുടെ പൈതൃക തുടർച്ചക്കാരി ഡോക്ടർ റോസി തമ്പി വിവിധ സാഹിത്യശാഖകളിലായി ഇതിനോടകം 8 രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാവനാസമ്പന്നനായ ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക 2 കവിതാ സമാഹാരങ്ങളുടെ രചയിതാവായി. ഒരു ഗ്രാമചരിത്രവും ഒരു സഞ്ചാര സാഹിത്യവും എഴുതിക്കൊണ്ട് തോമസ് മാത്യു മാസ്റ്റർ സാഹിത്യ ശ്രമങ്ങളിൽ പങ്കാളിയായി. 2 കവിതാ സമാഹാരങ്ങളുടെ സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ട് ഷീജ മലാക്ക കാവ്യ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. സർഗധനത്വം ഏറെയുള്ള മുൻ നിയമസഭാ സെക്രട്ടറി കൂടിയായ ജഡ്ജി AM ബഷീർ 3 നോവലുകളും ഒരു കഥാസമാഹാരവും ഒരു സഞ്ചാര സാഹിത്യവും രചിച്ചുകൊണ്ട് എഴുത്ത് ലോകത്ത് ഇടം നേടിയിട്ടുണ്ട്. നോവൽ, ബാലസാഹിത്യം, ഓർമ്മക്കുറിപ്പുകൾ എന്നീ വിഭാഗങ്ങളിലായി 3 രചനകൾ നടത്തിക്കൊണ്ട് അശ്വതി ജോയ് അറയ്ക്കൽ രചനാലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രശസ്ത സംവിധായകൻ ഭരതൻ്റെ സ്മരണയുണർത്തുന്ന നിറങ്ങളുടെ ചക്രവർത്തി എന്ന രചനയിലൂടെ ബിജു ബർണാഡ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചലച്ചിത്ര സാംസ്കാരിക മേഖലയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡിനർഹമായ ലാലി ബേല എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ കൂടിയാണ് ബിജു ബർണാഡ്. ഡെസ്റ്റിനി എന്ന നോവൽ രചനയിലൂടെ PD സത്യൻ സർഗസാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നോവൽ, ഓർമ്മ, യാത്രാനുഭവം തുടങ്ങിയ സാഹിത്യശാഖകളിലായി 4 രചനകൾ നടത്തിക്കൊണ്ട് മച്ചാട് സേതുമാധവൻ എഴുത്തുവഴിയിലെ സർഗസഞ്ചാരിയാണ്. PK ജയറാം ഒരു നോവൽ രചിച്ചിട്ടുണ്ട്. നാടകപ്രവർത്തകൻ ഇന്ദ്രൻ മച്ചാട് 3 രചനകൾ നടത്തിയിട്ടുണ്ട്. 4 രചനകൾ നടത്തിയ അഡ്വക്കേറ്റ് MB ശ്രീകൃഷ്ണൻ മച്ചാടിൻ്റെ അഭിമാനമാണ്. രചനാ വൈഭവമായിരുന്ന മച്ചാട് T നീലകണ്ഠൻ ചിരസ്മരണീയനാണ്. മച്ചാടിൻ്റെ പ്രധാന രചനാവൈഭവമാണ് P രഘുനാഥ് എന്ന പടാട്ടിൽ രഘുനാഥ്. ഇതിനോടകം 12 നോവലുകളും ഒരു കഥാസമാഹാരവും വായനക്കാർക്കായി തുറന്നു വെച്ചുകൊണ്ട് എഴുത്ത് ജീവിതസഞ്ചാരത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി നോക്കുന്ന രഘുനാഥിൻ്റെ പകലുകളും രാത്രികളും ഏതൊരു ജോലിക്കാരൻ്റെയും പോലെ തന്നെ തിരക്കുള്ളതും പിരിമുറുക്കമുള്ളതുമാണ്. മനഃശാസ്ത്രം, കുങ്കുമം, ദേശാഭിമാനി വാരിക, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ ആദ്യകാലത്ത് രഘുനാഥ് കഥകൾ എഴുതിയിട്ടുണ്ട്. പ്രീ ഡിഗ്രി പഠനകാലത്ത് തന്നെ എക്സ്പ്രസ് ദിനപത്രത്തിൻ്റെ ഞായറാഴ്ച പതിപ്പിൽ സിനിമ സംബന്ധിച്ച ലേഖനം എഴുതിയിട്ടുണ്ട്. 2007 DC ബുക്സ് നടത്തിയ OB വിജയൻ സ്മാരക നോവൽ രചനാ മത്സരത്തിലൂടെയാണ് നോവൽ എഴുത്തുകാരൻ എന്ന ശ്രേണിയിലേക്ക് രഘുനാഥ് എത്തിച്ചേരുന്നത്. മത്സരത്തിനെത്തിയ മികച്ച 5 നോവലുകളുടെ പട്ടികയിൽ രഘുനാഥിൻ്റെ നോവൽ ഇടം പിടിച്ചു. മറുമുഖം എന്ന നോവലായിരുന്നു അത്. DC ബുക്സ് ആ നോവൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 2011 ഹിമസാഗരവും 2013 മച്ചാട് ടാക്കീസും DC ബുക്സ് തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. അഭയശില, കഴിഞ്ഞ കാലത്തെ കടൽ, സ്വർണ്ണക്കുതിര, ശേഷം കൂത്തിൻനാൾ
വൻകര, സുകുമാരകലകൾ, ഒറ്റത്തിര തോക്ക്, കിടക്കാട്ടിലെ പൂളമരങ്ങൾ, പാതിരാക്കിണർ എന്നിവയാണ് മറ്റു നോവലുകൾ. ഇതിൽ ഒറ്റത്തിര തോക്ക് ഒരു കുറ്റാന്വേഷണ നോവലാണ്. കൂടാതെ കാർണേഷൻ എന്ന ചെറുകഥാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പട്ടാമ്പി സംസ്കൃത കോളേജ് നടത്തിയ VP ശിവകുമാർ സ്മാരക കഥാമത്സരത്തിൽ രഘുനാഥിന് 1ാം സ്ഥാനം ലഭിച്ചു. ജ്വാലാമാസികയും അങ്കണം സാംസ്കാരിക വേദിയും നടത്തിയ ചെറുകഥാ മത്സരത്തിലും സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. സമകാലിക സാഹിത്യ പുരസ്കാരവും ലഭിച്ചു. മച്ചാട് ഗ്രാമത്തിൻ്റെ സാമൂഹിക സ്മൃതികൾ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് മച്ചാട് ടാക്കീസ് എന്ന നോവൽ. തീക്ഷ്ണമായ ആശയചിന്തകളുടെ അധിക ഭാരമൊന്നും രഘുനാഥിൻ്റെ ശിരസിലില്ല. മച്ചാട് ടാക്കീസ് എന്ന നോവലിൻ്റെ അവതാരികയിൽ ജോൺ പോൾ പറയുന്നത് ഇങ്ങനെയാണ്: P. രഘുനാഥിൻ്റെ മച്ചാട് ടാക്കീസ് എന്ന നോവൽ ആസ്വാദ്യകരമാകുന്നത് നോവലിസ്റ്റ് തനിക്ക് പരിചയമുള്ള ജീവിത പരിച്ഛേദത്തിൻ്റെ ഭൂമികയിൽ നിന്നും തന്നെ മോഹിപ്പിക്കുകയും അനുസരിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന ജീവിതാവസ്ഥകളെ പകർത്തി നൽകുന്നതുകൊണ്ടാണ്. പടാട്ടിൽ രാജൻ നായരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി 1974 ആഗസ്റ്റ് 23 മച്ചാട് ജനിച്ച രഘുനാഥിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം മച്ചാട് VNMM സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം കുണ്ടുകാട് നിർമ്മല ഹൈസ്കൂളിലുമായിരുന്നു. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ 2ാം ഗ്രൂപ്പ് പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം 1993 വടക്കാഞ്ചേരി ശ്രീവ്യാസ NSS കോളേജിൽ BSc കെമിസ്ട്രി ഡിഗ്രി പഠനത്തിന് ചേർന്നു. കെമിസ്ട്രി വിഷയവുമായി സമരസപ്പെട്ടു പോകാൻ പ്രയാസപ്പെട്ട രഘുനാഥ് 1 വർഷം കൊണ്ട് പഠനം അവസാനിപ്പിച്ചു. തുടർന്ന് മലയാളം BA പഠനം പ്രൈവറ്റായി ആരംഭിക്കുകയും കേരളോർമ്മ കോളേജിൽ BA ബിരുദം പൂർത്തീകരിക്കുകയും ചെയ്തു. കേരളോർമ്മ കോളേജിൽ ചേരുന്നതിനും സാഹിത്യ വഴികളിലെ തൻ്റെ അക്ഷരങ്ങളുടെ കൈത്തെറ്റുകൾ തിരുത്തുന്നതിനും പ്രൊഫസർ VG തമ്പിയുടെ സഹായം ഏറെ പ്രയോജനപ്പെട്ടു. പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ, വിദ്യാലയം, വില്ലേജ് ഓഫീസ് എന്നിവയെല്ലാം പ്രവർത്തിക്കുന്ന ഗ്രാമകേന്ദ്രസ്ഥാനത്ത് പിതാവ് രാജൻ നായർ നടത്തിയിരുന്ന രാജാ കേഫിലെത്തുന്ന സമൂഹത്തിൻ്റെ വിവിധ ശ്രേണിയിൽപ്പെട്ടവരുടെ സംഭാഷണങ്ങളും അവർ പറയുന്ന നാട്ടുകഥകളുമെല്ലാം രഘുനാഥിൻ്റെ രചനകൾക്ക് നിദാനമായി. രാജാ കേഫാണ് രഘുനാഥിൻ്റെ സർഗാത്മകതയുടെ പ്രഭവകേന്ദ്രം. മച്ചാട് വിദ്യാനിളയത് വായനശാല, മണലത്ര ഗ്രാമീണ വായനശാല എന്നിവിടങ്ങളിലെ പുസ്തകങ്ങളുടെ പാരായണം എഴുത്തുവഴിയിലേക്കുള്ള സഞ്ചാരം സുഗമമാക്കി. ഡിഗ്രി പഠനത്തിന് ശേഷം കുറേ കാലം ബാംഗ്ലൂരിൽ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിൻ്റെ സെയിൽസ്മാനായി ജോലി നോക്കിയിട്ടുണ്ട്. പിന്നീട് നാട്ടിലെത്തിയ രഘുനാഥ് അച്ഛൻ നടത്തി വന്നിരുന്ന രാജാ കേഫിൻ്റെ നടത്തിപ്പുകാരിൽ ഒരാളായി മാറി. തുടർന്ന് കിടക്ക, സോഫ എന്നിവയുടെ കച്ചവടത്തിനായി ദൂരങ്ങൾ താണ്ടിയിരുന്നു. രഘുനാഥിന് അതിജീവന യത്നങ്ങൾ പലപ്പോഴും കഠിനമായിരുന്നു. അങ്ങനെയിരിക്കെ DTP കോഴ്സിൽ ചേർന്ന് പഠനം പൂർത്തിയാക്കി. തുടർന്ന് തൃശ്ശൂർ തേജസ് കമ്മ്യൂണിക്കേഷനിൽ ജോലിക്കാരനായി. 2006 മുതൽ മൈക്രോ ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്തു. കവി വിരുപ്പാക ഉണ്ണികൃഷ്ണൻ രഘുനാഥിൻ്റെ അമ്മാവനാണ്. സിനിമാ നടൻ വേണു മച്ചാട് ഇളയച്ചനാണ്. ഭാര്യ ജിഷ വിയൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മിസ്ട്രസ്സാണ്. മക്കളായ ശ്രീനന്ദനിയും നിരഞ്ജനയും വിദ്യാർത്ഥികളാണ്.